ഹായ് എവരിവൺ, എല്ലാവർക്കും സ്കിൽ റാനോയുടെ കറണ്ട് അഫയർ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഫെബ്രുവരിയിൽ PSC പ്രസിദ്ധീകരിച്ച PSC ബുള്ളറ്റിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കിയായിട്ടുള്ള ഫെബ്രുവരി പാർട്ട് 2 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പോകുന്നേടാ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിൻ്റെ ഭാഗ്യ ചിഹ്നം ഏതാണ്? ഉദയ്. ഈ ഉദയ് ഭാഗ്യ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ എന്തെഴുതോടാ? അരുൺ ഗോകുലാണ്. അരുൺ ഗോകുൽ ഏത് സംസ്ഥാനക്കാരനാണ്? ഏത് ജില്ലക്കാരനാണ്? തൃശ്ശൂർ ജില്ലക്കാരനാണ്. അപ്പോൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ച ആധാറിന്റെ ഭാഗ്യ ചിഹ്നം ഏതാണ്? ഉദയാണ്. രണ്ടാമത്തെ ചോദ്യം, ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? രാകേഷ് അഗർവാൾ ആണ്. രാകേഷ് അഗർവാൾ ഒരു IPS ഓഫീസറാണ്. ദേശീയ അന്വേഷണ ഏജൻസിയുടെ പുതിയ മേധാവിയായി നിയമിതനായത് ആരാണ്? രാകേഷ് അഗർവാൾ ആണ്. നമ്മുടെ ഈ ദേശീയ അന്വേഷണ ഏജൻസി ഏത് മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ അണ്ടറിലാണ് ഏത് വരുന്നത്? ദേശീയ അന്വേഷണ ഏജൻസി വരുന്നത്. അടുത്ത്, ആരാണ് മെറ്റ പ്ലാറ്റ്ഫോം പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതനായത്? ദിന പവൽ മൈക്രോമിക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് മെറ്റ പ്ലാറ്റ്ഫോമിന്റെ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതനായത്? ദിന പവൽ മൈക്രോമിക്. നമ്മുടെ ഈ മെറ്റ പ്ലാറ്റ്ഫോം ഏകദേശം ഒരു 2021 വരെ എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? എന്താ അറിയപ്പെട്ടിരുന്നത്? ഫേസ്ബുക്ക് ഇങ്ക്. 2021 വരെ ഫേസ്ബുക്ക് ഇങ്ക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതെന്താണ് ഈ മെറ്റ പ്ലാറ്റ്ഫോം സ്ഥാപിതമായത്? 2004 മെറ്റ പ്ലാറ്റ്ഫോം എന്ത് ചെയ്തിട്ടാണ് സ്ഥാപിതമായത്? നമ്മളിപ്പോൾ പ്രസിഡന്റ് ആൻഡ് വൈസ് ചെയർമാനായി നിയമിതനായ ദിന പവൽ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ CEO ആരാണ്? CEO ആരാണടാ? മാർക്ക് സക്കർബർഗ് ആണ്. ആരാണ്? ഇവിടെ എഴുതരാം. ഇതിന്റെ CEO ആരാണ്? മാർക്ക് സക്കർബർഗ് ആണ്. ഓക്കെ. അപ്പോൾ ആരാണ് മെറ്റ പ്ലാറ്റ്ഫോം പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് നിയമിതനായ ദിന പവൽ മൈക്രോമിക് ആണ്. ഇതിന്റെ പേര് 2021 വരെ ഫേസ്ബുക്ക് ഇങ്ക് എന്നായിരുന്നു. 2004 എന്ത് സ്ഥാപിതമായത്? മെറ്റ പ്ലാറ്റ്ഫോം സ്ഥാപിതമായത്. CEO ആരാണെന്ന് ചോദിച്ചാൽ എന്ത് എഴുതോടാ? മാർക്ക് സക്കർബർഗ് ആണ്. ഓക്കെ. അടുത്ത ചോദ്യം, 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങളേവ? പട്ന പക്ഷി സങ്കേതവും ശാരീദണ്ഡം. 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങളേവയാണ്? പട്ന പക്ഷി സങ്കേതവും ശാരീദണ്ഡം. നമ്മുടെ ഈ പട്ന പക്ഷി സങ്കേതം എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ശാരീദണ്ഡം എവിടെയാണ്? ഗുജറാത്തിലാണ്. റംസാർ പട്ടികയെ പറ്റി നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയിൽ 2026 ജനുവരിയിലെ കണക്ക് പ്രകാരം 98 റംസാർ സൈറ്റുകളാണുള്ളത്. ഇന്ത്യയിൽ 2026 ജനുവരി കണക്ക് പ്രകാരം എത്ര റംസാർ സൈറ്റ് ഉണ്ടടാ? 98 ഉണ്ട്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള എവിടെയാണ്? നമ്മുടെ തമിഴ്നാടാണ്. ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റുള്ള എവിടെയാണ്? തമിഴ്നാടാണ്. ഇനി ഒരു ചോദ്യം നമ്മൾ PSCയിൽ മുമ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ്. ഏറ്റവും വലിയ റംസാർ സൈറ്റ് ഏതാണ്? എവിടെയാണത് കാണപ്പെടുന്നത്? ഏറ്റവും വലിയ റംസാർ സൈറ്റ് സുന്ദർബനാണ്. എവിടെയാണ്? എന്താണ്? സുന്ദർബനാണ്. അത് എവിടെയാണ് കാണപ്പെടുന്നത്? വെസ്റ്റ് ബംഗാളിലാണ് കാണപ്പെടുന്നത്. എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ്. ഇനി ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് ഏതാണ്? ഏറ്റവും ചെറിയ റംസാർ സൈറ്റ് 2 എണ്ണം ഉണ്ട്. ഒന്ന് രേണുക ലേക്ക്. എന്താണ്? രേണുക. ഇവിടെ എഴുതരാം. രേണുക ലേക്ക്. ഇത് ചെറിയ റംസാർ സൈറ്റ് ആണ്, സ്മാൾ ആണ്. ഈ രേണുക ലേക്ക് എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഇനി വേറൊരെണ്ണം കൂടെ ഉണ്ടടാ. രേണുക ലേക്ക് അല്ലാതെ വേമ്പനൂർ വെറ്റ്ലാൻഡ്. എന്താണ്? വേമ്പനൂർ. ഈ വേമ്പനൂർ വെറ്റ്ലാൻഡ് എവിടെയാണ്? തമിഴ്നാടാണ്. അപ്പോൾ 2026 ജനുവരിയിൽ ഇന്ത്യയിൽ നിന്നും റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങൾ എവിടെയാണ്? പട്ന പക്ഷി സങ്കേതവും ശാരീദണ്ഡം. അടുത്ത ചോദ്യം, KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ നടൻ ആരാണ്? മോഹൻലാലാണ്. ഓർത്ത് വെച്ചിരുന്നോ? KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡറായി നിയമിതനായ നടൻ ആരാണ്? മോഹൻലാലാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ബയോബിറ്റുമിൻ ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. നമ്മുടെ ഈ ബയോബിറ്റുമിൻ
CSIR സെൻട്രൽ ബോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം സംയുക്തമായിട്ട് ചേർന്നിട്ടാണ് എന്തുണ്ടാക്കിയടാ ബയോ ബിറ്റുമിൻ എന്ത് ചെയ്തത് രൂപകൽപ്പന ചെയ്തത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഈ ബയോ ബിറ്റുമിൻ എന്ത് ചെയ്യുന്ന ഉൽപ്പാദിപ്പിച്ചെടുത്തത് അഗ്രികൾച്ചർ വേസ്റ്റിൽ നിന്നാണ് ബയോ ബിറ്റുമിൻ എന്ത് ചെയ്തടാ രൂപകൽപ്പന ചെയ്തെടുത്തത്. ആരൊക്കെ ചേർന്നിട്ടാണ്? CSIR സെൻട്രൽ ബോർഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും CSIR ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ചേർന്ന് ഒരുമിച്ചാണ് എന്ത് കണ്ടുപിടിച്ചത്? ബയോ ബിറ്റുമിൻ കണ്ടുപിടിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിക്കുന്ന എവിടെയാണ്? കാക്കിനഡ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിക്കുന്ന എവിടെയാണ്? കാക്കിനഡ. കാക്കിനഡ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലാണ് എന്തുള്ളത്? കാക്കിനഡ ഉള്ളത്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ ഗ്രീൻ അമോണിയ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്നും ഗ്രീൻ ഹൈഡ്രജൻ യൂസ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നേടാ ഗ്രീൻ അമോണിയ ഉണ്ടാക്കുന്നത്. ഈ പ്രോജക്റ്റ്, അതായത് ആന്ധ്രാപ്രദേശിൽ ഈ പ്രോജക്റ്റ് നടക്കുമ്പം അവർ എത്ര ഗ്രീൻ എനർജിയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന? ഏകദേശം ഒരു 160 ജിഗാവോൾട്ടാണ്, 160 ഗിഗാവാൾട്ടാണ് അവർ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഗ്രീൻ എനർജി ആയിട്ട് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു കാര്യമുണ്ട്, ഒരു ഗിഗാവോൾട്ട് എന്ന് പറഞ്ഞാൽ എത്ര മെഗാവോൾട്ടാണ്? 1000 മെഗാവോൾട്ടാണ്. എത്രയാണ്? 1000 മെഗാവോൾട്ടാണ്. ഒരു ഗിഗാവോൾട്ട് എന്ന് വെച്ചാൽ എത്ര മെഗാവോൾട്ടാണ്? 1000 മെഗാവോൾട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ അമോണിയ പ്രോജക്റ്റ് ആരംഭിക്കുന്ന എവിടെയാണ്? കാക്കിനഡയാണ്. അടുത്ത്, സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമാകുന്ന എവിടെയാണ്? കൊട്ടാരക്കരയാണ്. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം സ്ഥാപിതമാകുന്ന എവിടെയാണ്? കൊട്ടാരക്കരയാണ്. എടാ, ഈ ഒരു വർക്ക് നിയർ ഹോം കേന്ദ്രം എന്ന് പറയുന്ന ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. അതുപോലെ എന്താണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പദ്ധതിയുടെ ഉദ്ദേശം നമ്മുടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ദൂരയാത്രയുള്ള, അതായത് IT ജീവനക്കാർക്ക് ദൂരെയാണ് ഓഫീസ് എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് വീടിനടുത്ത് തന്നെ ഒരു തൊഴിലിടം സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് വർക്ക് നിയർ ഹോം പദ്ധതി. അത് എവിടെയാണ് വരുന്നത്? കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയെ പറ്റി പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു തരാം. ആദ്യ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? കൊട്ടാരക്കരയാണ്. ആദ്യ ഡ്രോൺ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാണ്? കൊട്ടാരക്കരയാണ്. അപ്പോൾ സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എന്തെഴുതോടെ? കൊട്ടാരക്കരയാണ്. അടുത്ത ചോദ്യം, കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ 3 ദിവസത്തെ ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഏകദേശം ഒരു 42 രാജ്യങ്ങളിൽ നിന്ന് 61 നേതാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇവർ മെയിനായിട്ട് ഈ സമ്മേളനം നടത്തിയത് എന്തിനാണ്? കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഒരു ഐക്യം, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ട്ലി ആകാൻ, അല്ലെങ്കിൽ അവരുടെ ഐക്യം എങ്ങനെ കൂട്ടാം എന്ന കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ സമ്മേളനം നടത്തിയത്. ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സമ്മേളനത്തിൽ പേപ്പർ രഹിത രീതിയിലാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? ഈ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ പേപ്പർ രഹിത രീതിയിലാണ് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെ സമ്മേളനം എവിടെ നടന്നത്? ന്യൂഡൽഹിയിൽ നടന്നത്. ഓക്കെ, എത്ര രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടടാ? ഏകദേശം 42 രാജ്യങ്ങളിൽ നിന്ന് 61 നേതാക്കന്മാർ എന്ത് ചെയ്തിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. ഇമ്പോർട്ടൻ്റ് ആണ്. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടത്തുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. അടുത്ത ചോദ്യം, ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ, എന്താണ്? ആർ യു ഡെഡ് എന്ന പേരിൽ ആപ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ്. എന്താണ്? ഒറ്റയ്ക്ക് താമസിക്കുന്നവർ ജീവനോടെ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ആർ യു ഡെഡ് എന്ന പേരിൽ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ആപ്പ് പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ചൈനയാണ്. ഈ ആപ്പ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കൂടുമ്പം ഇതിലൊരു ബട്ടൺ ഉണ്ട്, നമ്മളതിൽ അമർത്തണം. നമ്മൾ ഇൻ കേസ് അമർത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന എമർജൻസി നമ്പറിലോട്ട് എന്ത് പോകും? നോട്ടിഫിക്കേഷൻ പോകും. ഈ ആൾ എന്ത് ചെയ്തിട്ടില്ല, 2 ദിവസമായിട്ട് ആപ്പിൽ ആക്റ്റീവ് അല്ല, ആൾ ജീവനോടെ ഉണ്ടോ ഇല്ലെന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന എമർജൻസി കോൺടാക്റ്റിലോട്ട് എന്ത് പോവോടാ? നോട്ടിഫിക്കേഷനോ കോളോ എന്തെങ്കിലും പോകും. അപ്പോൾ ഈ ഒരു ആപ്പ് എവിടെയാണുള്ളത്? ചൈനയിലാണ്. അതിൻ്റെ പേരെന്താണ്? ആർ യു ഡെഡ്.
അതായത് ചില ആൾക്കാരൊക്കെ മരിച്ചു കഴിഞ്ഞ് ദിവസങ്ങളോളം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചൈനയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രതിവിധിയായിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ആപ്പ് എന്ത് ചെയ്തിട്ടുള്ളത്, പുറത്തിറക്കിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്ക് ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജീവമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. പ്രാരംഭഘട്ട ക്യാൻസർ പരിശോധനയ്ക്ക് ആശാ വാൻ മൊബൈൽ യൂണിറ്റ് സംവിധാനം സജീവമാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്താണ്. രാജ്യത്തെ വനിതാ ശിശുവികസന പ്രവർത്തനങ്ങളുടെ ഏകോപനം, സ്വകാര്യത, പങ്കാളിത്തം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ പോർട്ടൽ ഏതാണ്? പാൻഗുഡി. ഓക്കെ, അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ്? ആറളം. കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ്? ആറളം. ആറളം എവിടെയാണ്? കണ്ണൂരിലാണ് ആറളം ഉള്ളത്. ആറളത്ത് എവിടെയാണ് ഈ ചിത്രശലഭ സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണൂരിൽ നമ്മളെ പശ്ചിമഘട്ട താഴ്വരയിൽ ചീങ്കണ്ണി പുഴയുടെ അടുത്ത് ഏകദേശം അതിനടുത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ചിത്രശലഭ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട് 1984 സ്ഥാപിതമായിട്ടുള്ള നമ്മുടെ ആറളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് അല്ലേ? ആറളം വന്യജീവി സങ്കേതം റീനെയിം ചെയ്തുകൊണ്ടാണ് എന്തുണ്ടാക്കിയതാണ്? ചിത്രശലഭ സങ്കേതമായിട്ട് മാറ്റിയത്. അപ്പോൾ ആറളം ചിത്രശലഭ സങ്കേതം എന്തിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ ഏതിനെ പേര് മാറ്റി വന്നതാണ്? 1984 രൂപമാറ്റം ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ 1984 സ്ഥാപിച്ച ആറളം വന്യജീവി സങ്കേതത്തിൻ്റെ പേര് മാറ്റിയാണ് എന്താക്കിയത്? ആറളം ചിത്രശലഭ സങ്കേതമാക്കി മാറ്റിയത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, നമ്മുടെ കേരളത്തിൽ ഏകദേശം 300ഓളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എന്ത് കാണപ്പെടുന്നുണ്ട്? ബട്ടർഫ്ലൈസ് കാണപ്പെടുന്നുണ്ട്. അതിൽ 250 മുകളിലുള്ള തരം, 250 മുകളിലുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് എവിടെ കാണപ്പെടുന്നുണ്ട്? ആറളം ചിത്രശലഭ സങ്കേതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നിലവിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ചിത്രശലഭ സങ്കേതം എവിടെയാണ്? ആറളം. അടുത്ത്, ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. സ്വിറ്റ്സർലാൻഡിൽ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെ എഴുതും? ദാവോസിലാണ്. എവിടെയാണ്? ദാവോസയിൽ, ദാവോസ. ഓക്കെ, ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം പതിപ്പ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ബാരമതി വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരാണ്? ബാരമതി വിമാനാപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ആരാണ്? അജിത് പവാർ. ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇയാളുടെ മരണശേഷം ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? സുനേത്ര പവാറാണ്. അപ്പോൾ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ എന്തെഴുതോടാ? സുനേത്ര പവാറാണ്. ആരാണ്? സുനേത്ര പവാർ. സുനേത്ര പവാർ. ഓക്കെ, അപ്പം ബാരമതി വിമാന അപകടത്തിൽ മരണപ്പെട്ട മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ആരാണ്? അജിത് പവാറാണ്. അതുപോലെ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രി ആരാണ്? സുനേത്ര പവാറാണ്. അടുത്ത ചോദ്യം, ഇന്ത്യ അറബ് വിദേശകാര്യ മന്ത്രിതല യോഗത്തിന് 2026 വേദിയാകുന്ന നഗരം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഓക്കെ, അടുത്ത് 2026 ജനുവരിയിൽ അന്തരിച്ച KS ബിദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണ്. 2026 ജനുവരിയിൽ അന്തരിച്ച KS ബിദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ് ആണ്. ഈ KS ബിദ്ര നമ്മുടെ BCCIയുടെയും പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെയും എന്തായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? പ്രസിഡൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾ മരിച്ച സമയത്ത് അവിടുത്തെ പഞ്ചാബ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ത് ചെയ്തോടെ അതിൻ്റെ പേര് മാറ്റി ഇയാളുടെ ഓർമ്മയ്ക്കായിട്ട് KS ബിദ്ര സ്റ്റേഡിയം എന്ന് രൂപമാറ്റം ചെയ്തു, അല്ലെങ്കിൽ പേര് മാറ്റം ചെയ്തു. അപ്പോൾ 2026 ജനുവരിയിൽ അന്തരിച്ച KS ബിദ്ര ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റാണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. ഇയാൾ മരിച്ച സമയത്ത് എന്ത് ചെയ്തടാ? ആ ക്രിക്കറ്റ് സ്റ്റേഡിയം, അതായത് പഞ്ചാബ് ക്രിക്കറ്റ് സ്റ്റേഡിയം എന്നായിരുന്നത് എന്താക്കി മാറ്റി? KS ബിദ്ര സ്റ്റേഡിയം എന്നാക്കി പേരുമാറ്റം ചെയ്യപ്പെട്ടു. അടുത്ത ചോദ്യം, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നാണ്? ഫെബ്രുവരി 1. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനം എന്നാണ്? ഫെബ്രുവരി 1. അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണേ. ലോക ബാങ്കിന്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? കേര. ലോക ബാങ്കിന്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? കേര. ഇതിന് ഒരു കാര്യമുണ്ട്, ഏകദേശം $200 മില്യൺ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്.
അതിലൊരു 700 സംതിങ്, അത് ഏകദേശം 710 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം ഇതിൽ വരുന്നത്. ഇതെന്തിനാണ് ഈ പ്രോജക്റ്റ് ഒരു കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യോടാ, നമ്മുടെ കൃഷിക്ക് എന്ത് ചെയ്യും, നഷ്ടങ്ങളൊക്കെ വരും. അതൊക്കെ ഓവർകം ചെയ്ത് ഇവരുടെ വിളകൾ മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നുണ്ടോയെന്ന് എന്ത് ചെയ്യോടാ, ഉറപ്പ് വരുത്തുക എന്നതാണ് ഈ കേര എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക, ദി കേരള ക്ലൈമറ്റ് റിസലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡറൈസേഷൻ പ്രോജക്റ്റ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, ദി കേരള ക്ലൈമറ്റ് റിസലന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡറൈസേഷൻ പ്രോജക്റ്റാണ് കേരയുടെ ഫുൾ ഫോം. അപ്പം ലോക ബാങ്കിൻ്റെ സഹായത്തോടെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? കേര. അടുത്ത ചോദ്യം, 2026 ബഡ്ജറ്റ് പ്രസംഗത്തിൽ നാരി ശക്തിയെ പ്രതിനിധീകരിച്ച് നാരി ശക്തിയെ പ്രതിനിധീകരിച്ച് നിർമ്മല സീതാരാമൻ ധരിച്ച സാരി ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? അതായത് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, പുള്ളിക്കാരി ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുമ്പോൾ ഉടുക്കുന്ന സാരിക്ക് പോലും പ്രത്യേകതയുണ്ട്. അതിന് പോലും എന്തെങ്കിലും ഒരു കാര്യം കാണും. അതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. 2026 ബഡ്ജറ്റ് പ്രസംഗത്തിൽ നാരി ശക്തിയെ പ്രതിനിധീകരിച്ച് നിർമ്മല സീതാരാമൻ ധരിച്ച സാരി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണ്? കാഞ്ചീപുരം സാരിയാണ്. എവിടത്തെ? തമിഴ്നാട്ടിലാണ് കാഞ്ചീപുരം സാരിയുടെ കേന്ദ്രം എന്ന് പറഞ്ഞത്. അപ്പം തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് കാഞ്ചീപുരം സാരിയാണ് എന്ത് ചെയ്തത്? നിർമ്മല സീതാരാമൻ 2026 ബഡ്ജറ്റിൽ എന്ത് ചെയ്തത്? ഉടുത്തത്. അങ്ങനെയാണെങ്കിൽ 2025 ഏത് സാരി ആയിരിക്കും ഉടുത്തത്? മധുബാനി സാരിയാണ്. ഏത് സാരിയാണ്? മധുബാനി സാരി. എവിടെ നിന്നുള്ള? ബീഹാറിൽ നിന്നുള്ള. എഴുതരാം, മധുബാനി എവിടെ നിന്നുള്ള? ബീഹാറിൽ നിന്നുള്ള. ഓക്കെ, ഇനി നമ്മൾ ബഡ്ജറ്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൂടെ പറഞ്ഞുതരാം. നമ്മളെ ബഡ്ജറ്റ് 2026 ബഡ്ജറ്റിൻ്റെ പ്രമേയം എന്താണ്? വികസിത ഭാരതം അറ്റ് 2047. വികസിത ഭാരതം അറ്റ് 2047 2026 ബഡ്ജറ്റിൻ്റെ പ്രമേയം എന്ന് പറഞ്ഞാൽ. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ഉണ്ട്. എന്താണ്? നമ്മുടെ ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ തുടർച്ചയായിട്ട് 9 തവണയും ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് നേടിയ ഒരു വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ. ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ തുടർച്ചയായിട്ട് 9 തവണയും ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തി, അല്ലെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആൾ എന്ന നിലയ്ക്ക് റെക്കോർഡ് നേടിയ ആൾ ആരാണടാ? നിർമ്മല സീതാരാമൻ. ഇതിൻ്റെ പ്രമേയം ഓർത്ത് വെച്ചിരിക്കുക, വികസിത ഭാരതം അറ്റ് 2047. എഴുതരാം, വികസിത ഭാരതം അറ്റ് 2047 2047. അടുത്ത ചോദ്യം, 2026 ലോക തണ്ണീർത്തട പ്രമേയം എന്താണ്? തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ പഠിച്ച 2026 ബഡ്ജറ്റിൻ്റെ പ്രമേയം എന്തായിരുന്നാണ്? വികസിത ഭാരതം അറ്റ് 2047. ഇപ്പൊ പഠിക്കുന്ന 2026 ലോക തണ്ണീർത്തട പ്രമേയം ഏതാണ്? തണ്ണീർത്തടങ്ങളും പരമ്പരാഗത അറിവും സാംസ്കാരിക പൈതൃകം ആഘോഷിക്കൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2025 തണ്ണീർത്തടത്തിന്റെ പ്രമേയം നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കും. ഓക്കെ, 2025 തണ്ണീർത്തടത്തിന്റെ പ്രമേയം എന്താണെന്നൊന്ന് കമന്റ് ചെയ്തേക്കും. അപ്പോൾ 2026 എന്ത് ചെയ്യണം? മസ്റ്റായിട്ട് പഠിച്ചിരിക്കാം. അടുത്ത ചോദ്യം, പ്രഥമ അന്താരാഷ്ട്ര ഗ്രീൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിന് വേദിയാകുന്നത് ദുബായാണ്. പ്രഥമ അന്താരാഷ്ട്ര ഗ്രീൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിന് വേദിയാകുന്ന എവിടെയാണ്? ദുബായാണ്. അടുത്ത്, തായ്ലൻഡ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ബാഡ്മിന്റൺ ടൂർണമെന്റിലെ വനിതാ സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ താരമാരാണ്? ദേവിക സിഗ്രാങ്. ആരാണ്? ദേവിക സിഗ്രാങ്. ഇതില് നമ്മുടെ PV സിന്ധുവിനും സൈന നെഹ്വാളിനും ശേഷം മൂന്നാമത്തെ ആദ്യ ഇന്ത്യൻ വനിതയാണ് എന്ത് നേടുന്നത്? സൂപ്പർ 300 നേടുന്നത്. ആരാണ്? മൂന്നാമത്തെ ഇന്ത്യൻ വനിതയാണ് സൂപ്പർ 300 കിരീടം നേടുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദ്ധതികൾ പഠിക്കാനുണ്ട്. പദ്ധതികൾ എന്ത് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് പദ്ധതികളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാടാ? ഒരു ചാർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്ന് എഴുതി വെച്ച് പഠിക്കുക. നമ്മുടെ ഈ നോട്ട് ആരും എഴുതി വെക്കേണ്ട കാര്യമില്ല. എല്ലാം നിങ്ങൾ വലിച്ചു വരെ എഴുതണ്ട. നമ്മുടെ സ്കിൽ ട്രെയിനർ ആപ്പിൽ എന്ത് അവൈലബിൾ ആയിട്ടുണ്ട്? നമ്മുടെ ഈ പറയുന്ന നോട്ട് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും
ഇതിൻ്റെ ഡിസ്ക്രിപ്റ്റീവായിട്ട്, അതായത് ഷോർട്ട് ക്വസ്റ്റ്യൻസും ലോങ് ക്വസ്റ്റ്യൻസ് എവിടെയുണ്ടടാ? നമ്മുടെ ആപ്പിലുണ്ട്. അപ്പോൾ ആപ്പിൽ കയറി നമ്മുടെ നോട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ ക്വസ്റ്റ്യൻസും ചെയ്ത് നോക്കാൻ പറ്റും. നിങ്ങൾ ആരും ഇത് എഴുതിയെടുത്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. പദ്ധതികൾ. ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും ഗ്രാമ വ്യവസായങ്ങൾക്കും സഹായം നൽകുന്നതിനായി 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം. എന്താണ്? ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്കും നെയ്ത്തുകാർക്കും ഗ്രാമ വ്യവസായങ്ങൾക്കും സഹായം നൽകുന്നതിനായി 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് സംരംഭം. ഈ പദ്ധതികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? റിപ്പീറ്റഡ് ആയിട്ടൊന്ന് വായിച്ച് പഠിക്കണേ, അല്ലെങ്കിൽ തെറ്റിപ്പോകാൻ ചെറുക്കണം. ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. അർബുദം, പ്രമേയ രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? ശക്തി. അപ്പം ശക്തിയാണ് അർബുദം, പ്രമേയ രോഗം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിനായി 2026 കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി. ഓക്കെ, അടുത്ത് കാർഷിക വിഭാഗ ലഭ്യതയ്ക്ക് പ്രഖ്യാപിച്ച ഓൺലൈൻ സംയോജിത സംവിധാനം എന്താണെന്ന് വെച്ചാൽ ഭാരത് വിസ്താർ. എന്താണ്? ഭാരത് വിസ്താർ. അടുത്ത് ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന പരിശീലന പദ്ധതി ഏതാണ്? ദിവാങ് കൗശൽ യോജന. അപ്പൊ ദിവാങ് കൗശൽ യോജന എന്തുവാണ്? ഭിന്നശേഷിക്കാർക്ക് ഉപജീവന മാർഗം ഉറപ്പാക്കുന്ന പരിശീലന പദ്ധതിയാണ്. ഇനി കായിക മേഖലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതി ഏതാണ്? ഖേലോ ഇന്ത്യൻ മിഷൻ. അപ്പൊ ഖേലോ ഇന്ത്യൻ മിഷൻ എന്ന് വെച്ചാൽ എന്തുവാണ്? കായിക മേഖലയിൽ അടുത്ത 10 വർഷത്തേക്കുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ്. അടുത്ത ചോദ്യം, 2026-27 കേന്ദ്ര ബഡ്ജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായ അപൂർവ ധാതു ഇടനാഴി. എന്താണ്? നോട്ട് ചെയ്തോ. അപൂർവ ധാതു ഇടനാഴി പദ്ധതിയിൽ കേരളത്തോടൊപ്പം തിരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്. ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്. 2026-27 കേന്ദ്ര ബഡ്ജറ്റിലെ സുപ്രധാന പ്രഖ്യാപനങ്ങളിലൊന്നായ അപൂർവ ധാതു ഇടനാഴി പദ്ധതിയിൽ കേരളത്തോടൊപ്പം തിരഞ്ഞെടുത്ത സംസ്ഥാനം ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട്. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ നമ്മളെ പാർട്ട് 2 ഫെബ്രുവരിയിലെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ ക്ലാസ് നന്നായിട്ട് ഫുള്ളിരുന്ന് കാണുക. അതുപോലെ നോട്ടൊന്ന് എഴുതിയെടുത്ത് സമയം കാണുക. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിന് നമ്മുടെ ആപ്പിൽ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ പോയിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങളുടെ സമയം എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും. അതിലുള്ള ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ എന്താവോടെ നമ്മൾ ഇന്നത്തെ കറണ്ട് അഫെയർ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ് അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തറവാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂടാ നമ്മുടെ ക്ലാസ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.